കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ മകൻ മദ്രാസിൽ പഠിക്കുകയാണ്, MPhil. 5000 രൂപ എല്ലാ മാസവും അയച്ചു കൊടുക്കണം. അതിനുള്ള ഒരു വരുമാനം എനിക്കില്ല. അച്ഛനൊന്ന് പ്രാർത്ഥിക്ക്. മദ്രാസിൽ ഇരിങ്ങാലക്കുട രൂപത്തിലുള്ള അച്ഛന്മാരോടൊക്കെ ഒന്ന് പറഞ്ഞ് എൻ്റെ മകന് ഒരു സ്കോളർഷിപ്പ് പഠിക്കുന്ന സമയത്ത് 50,000 രൂപ ഫ്രീ ആയി കിട്ടും. ടാറ്റ കൺസൾട്ടൻസി കൊടുക്കുന്നതാണ്. MPhil ചെയ്യുന്നു, അതിനുശേഷം ഡോക്ടറേറ്റ്. അപ്പോൾ ഈ സമയത്ത് 50,000 രൂപ 2005 മുതൽ ഫ്രീ ആയി എല്ലാ മാസവും കൊടുക്കും. ഞാൻ ഈ അപ്പച്ചനോട് പറഞ്ഞേ, അപ്പച്ചൻ അതൊന്നും വിഷമിക്കേണ്ട, അപ്പച്ചൻ നന്നായി പ്രാർത്ഥിക്കും, ദൈവം അതിനേക്കാളും നന്മ മകന് നൽകും. ഇത് കഴിഞ്ഞ് ഈ അപ്പച്ചൻ്റെ മകൻ എൻ്റെ അടുത്ത് വരികയാണ്. അച്ഛാ, എൻ്റെ സാറ് എനിക്ക് ഒപ്പിട്ട് തരുന്നില്ല. എനിക്ക് MPhilഉം അതുപോലെ PhDയും ചെയ്യുമ്പോൾ 50,000 രൂപ ഫ്രീ ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞ് 2 വർഷം ടാറ്റയ്ക്ക് വേണ്ടി ജോലി ചെയ്താൽ മതി. പ്രിയമുള്ളവരെ, ഞാൻ ഈ മകനോട് പറഞ്ഞു, മോനെ, ഇതൊരു ചൂണ്ടക്കുളത്താണ്. ഈ ചൂണ്ടയുടെ കുളത്തിൽ ഒരു ഇരയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ മീൻ അവിടെ സമൃദ്ധമായിട്ട് ഇരയുണ്ടാകാം, അതിന് ഭക്ഷണമുണ്ട്. പക്ഷേ ഇതിൽ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ ആ മീനിൻ്റെ ജീവൻ പിന്നെ ഈ ചൂണ്ട ആരാണ് ഉപയോഗിക്കുന്നത്, ആ മനുഷ്യൻ്റെ കൈകളിലാണ്. ആ മനുഷ്യൻ ചൂണ്ട വലിക്കും തോറും ഈ മീൻ അതിൻ്റെ പിന്നാലെ പോകണം, അതിൻ്റെ ജീവൻ അപകടത്തിലാവും. ഇതാണ് ആ മകനോട് പറഞ്ഞത്. നീ കാത്തിരിക്കുക, 3 മാസം ആകുമ്പോഴേക്കും ദൈവം നിന്നെ സഹായിക്കും. ഞാൻ അങ്ങനെ ഈ മകനോട് പറഞ്ഞു. 3 മാസം എത്തിയില്ല, എന്നെ മദ്രാസിൽ നിന്ന് ഈ ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞതുപോലെ 3 മാസം തികയുന്നതിന് മുമ്പ് ജർമ്മനിയിൽ നിന്നും എനിക്കൊരു സ്കോളർഷിപ്പ് കിട്ടി. അതായത് 7 പേർക്കാണ് ഒരു സ്കോളർഷിപ്പ് കൊടുക്കുക. അതിലൊരു സ്കോളർഷിപ്പ് എനിക്ക് കിട്ടി. അങ്ങനെ ജർമ്മനിയിലേക്ക് ഈ മകൻ പഠിക്കാൻ പോയി. അവിടെ പോയി പഠിച്ചു, ഡോക്ടറേറ്റ് സമ്പാദിച്ചു. എന്നിട്ട് ISROയിൽ ശാസ്ത്രജ്ഞനായി 1 വർഷം ജോലി ചെയ്തു. വീണ്ടും പഠിപ്പിക്കാനുള്ള ആഗ്രഹം നിമിത്തം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ഈ ചെറുപ്പക്കാരൻ ലിൻഡോ ആലപ്പാട്ട് എന്ന് പറയുന്ന ആ നല്ല മകൻ അവിടെ ജോലി ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് എനിക്കൊരു സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞത്, ജെറമ്യായുടെ പുസ്തകം 15-ാം അധ്യായം 19-ാമത്തെ തിരുവചനം, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. ഈ നോമ്പ് കാലത്ത് ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർ സംസാരിക്കാതിരിക്കട്ടെ. അലസമായി സമയം ചെലവഴിക്കുന്നവർ, അലസ ഭാഷണം നടത്തുന്നവർ, വെറുതെ സംസാരിക്കുന്നവർ നിശബ്ദത പാലിക്കട്ടെ. ദൈവം നിശബ്ദതയിൽ നമ്മളോട് സംസാരിക്കും. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ, നല്ല വാക്കുകൾ പറയാൻ, മോശമായ ഒരു വാക്ക് പോലും പറയാതിരിക്കാൻ കൃപ നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ അധരങ്ങളിലൂടെ നല്ലത് മാത്രം സംസാരിക്കാൻ ഒരു കൃപ നൽകണമേ. ആരെയും കുറ്റപ്പെടുത്താതെ, ആരെയും പഴിച്ചാരാതെ, മോശമായി സംസാരിക്കാതെ സദ്വചനങ്ങൾ പറയുവാൻ കൃപ നൽകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു ഈശോയെ. നീ എന്നിൽ കനിയേണം, കഥനങ്ങൾ നീക്കേണം. നീ എന്നിൽ കനിയേണം, കഥനങ്ങൾ നീക്കേണം. കണ്ണുനീർത്താഴ്വരയിൽ നിന്നുമെന്നെ കരുണയോടെ കരുതിടേണം. കണ്ണുനീർത്താഴ്വരയിൽ നിന്നുമെന്നെ കരുണയോടെ കരുതിടേണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.